ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhaShala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യന്റെ സ്ഥാനം ഖലീഫത്തുള്ള, അള്ളാഹുവിൻ്റെ പ്രതിനിധി, അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന സ്ഥാനമാണ്. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു: വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നിന്റെ റബ്ബ്
മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ ഖലീഫമാരായി, അവന്റെ പ്രതിനിധികളായി ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അയക്കുമ്പോൾ തന്റെ പ്രതിനിധികളായ മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങളും വസ്തുക്കളും സംവിധാനങ്ങളും മാത്രമല്ല അല്ലാഹു തആല അവർക്ക് നൽകിയത്, മറിച്ച് അതെല്ലാം നൽകിയതോടൊപ്പം മനുഷ്യന് ആവശ്യമായ സദാചാരപരവും ധാർമ്മികവും സന്മാർഗികവുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൂടി അല്ലാഹു തആല മനുഷ്യന് നൽകാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് അല്ലാഹു തന്നെ മനുഷ്യരോട് പറഞ്ഞു, കുൽ നഹ്ബിതു മിൻഹാ ജമിയ, നിങ്ങളെല്ലാവരും ഇനി ഭൂമിയിലേക്ക് പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ സാൻമാർഗിക നിർദ്ദേശങ്ങൾ വരും. അങ്ങനെ എന്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുകയും ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്റെ സാൻമാർഗികമായ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരികയും ഫമൻ തബിയ ഹുദായ, അപ്പോൾ എന്റെ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത്, എന്റെ മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ അനുധാവനം ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടി വരികയില്ല, അവർ വ്യസനിക്കേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ പേടിക്കേണ്ടതില്ല എന്നും അല്ലാഹു തആല മനുഷ്യരോട് പറഞ്ഞു. അങ്ങനെ കാലഘട്ടത്തിന്റെ വിവിധ ദശാസന്ധികളിൽ അല്ലാഹു തആല എണ്ണമറ്റ പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങളെയും അല്ലാഹു തആല ഇറക്കി തന്നു. ഈ പ്രവാചകന്മാരും ഈ വേദഗ്രന്ഥങ്ങളും മനുഷ്യ സമൂഹത്തോട് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ സാൻമാർഗികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കാൻ പാടില്ല, ഏത് മാർഗത്തിൽ ചെലവഴിക്കണം, ഏത് മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല, എന്ത് തിന്നണം, എന്ത് തിന്നാൻ പാടില്ല, എന്താസ്വദിക്കണം, എന്താസ്വദിക്കാൻ പാടില്ല, എന്ത് കാണണം, എന്ത് നിങ്ങൾ കാണാൻ പാടില്ല, എല്ലാം വളരെ കൃത്യമായി, അഥവാ ഹറാമുകളും ഹലാലുകളും മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും വേദങ്ങളും നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അള്ളാഹു നൽകിയ ഈ ദുനിയാവിലെ വിഭവങ്ങളും വസ്തുക്കളും സ്വീകരിച്ച അത് ഏറ്റുവാങ്ങിയ മനുഷ്യൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കപ്പെട്ട ഈ സാൻമാർഗിക നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ സ്വീകരിക്കാൻ അവൻ തയ്യാറായില്ല, അതിനെ അവൻ തമസ്കരിച്ചു എന്നതാണ് ചരിത്രത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയ ഈ വിഭവങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി, പക്ഷെ അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രം അവൻ തമസ്കരിച്ചു. എന്നിട്ട് അവൻ നടിച്ചു, നമുക്കറിയാം നമുക്ക് വേണ്ട നിയമങ്ങൾ, അതിന് പടച്ചവൻ വേണ്ടതില്ല എന്ന്. ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാനും അത് ഉണ്ടാക്കുവാനും അള്ളാഹു ആരാണ്? മനുഷ്യന് വേണ്ട നിയമങ്ങൾ അവന് സ്വന്തം നിലക്ക് തന്നെ നിർമ്മിക്കാമല്ലോ. അതിനുള്ള കഴിവ് അവനുണ്ടെങ്കിൽ മനുഷ്യൻ തനിക്ക് വേണ്ട നിയമങ്ങൾ സ്വന്തം നിലക്ക് അവൻ ആവിഷ്കരിച്ചു കൂടെ? അങ്ങനെ ആവിഷ്കരിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പവും ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മറുപടി കണ്ടെത്തിയാൽ മാത്രമേ ഖുർആൻ പറഞ്ഞ ഹനീഫ മുസ്ലിമൻ, വക്രതയില്ലാത്തവർ കറകളഞ്ഞ മുസ്ലിമായി ജീവിക്കാനും മരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാൻ ആ ചോദ്യരൂപത്തിലൂടെ നിങ്ങളുടെ മുന്നിലിട്ടത്. അള്ളാഹു ഈ ഭൂമിയിലെ മനുഷ്യരുടെ സ്രഷ്ടാവാണ്, ഖാലിഖുൽ ബശർ. അള്ളാഹുൽ വിശ്വസിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ തർക്കമില്ല, അള്ളാഹു സ്രഷ്ടാവാണ്. എന്നാൽ ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ, ആരാണോ സൃഷ്ടിച്ചവൻ ശാസനാധികാരവും അവന് തന്നെയാണ്. സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കുവാനുള്ള അധികാരമുള്ളത്. മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല,
അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുവാനുള്ള ശാസനാധികാരം, മനുഷ്യന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിച്ചവനാണ് അതിനുള്ള അധികാരമുള്ളത്. ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിക്കാൻ പാടില്ല. 500 വാട്ടിന്റെ ബൾബ് അല്ലെങ്കിൽ ഒരു ഉപകരണം 1500 വാട്ടിൽ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഇത് പറയാൻ എന്തധികാരം എന്ന് നമ്മളാരും ചോദിക്കാറില്ല. കാരണം നിർമ്മിച്ചവൻ അറിയാം, താൻ നിർമ്മിച്ചതിന്റെ ഉള്ളടക്കത്തെപ്പറ്റി, അതിന്റെ വിശദാംശങ്ങളെപ്പറ്റി സൃഷ്ടിച്ചവൻ അറിയാം. ഒരു സാധനത്തെ അതിനെ സൃഷ്ടിച്ച, അതിനെ രൂപപ്പെടുത്തിയവൻ അറിയാം അതിന്റെ ഉള്ളടക്കത്തെപ്പറ്റി. എങ്കിൽ മനുഷ്യനാകുന്ന ഈ മഹാ അത്ഭുതത്തെ സൃഷ്ടിച്ചവൻ ആരോ അവനെ തന്നെയാണ് അവന്റെ കാര്യത്തിൽ വിധിക്കുവാൻ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുവാനുള്ള ശാസനാധികാരം അല്ലാഹുവിനാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഇത് ഖുർആൻ അടിസ്ഥാനപരമായി മുന്നോട്ട് വച്ച ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണ ഖുത്ബ കേൾക്കുന്ന ഒരു ലളിത രൂപത്തിൽ ഇരിക്കാതെ അല്പം ശ്രദ്ധയിൽ ഇരിക്കണം. കാരണം ഒരു വലിയ കാര്യമാണ്. എന്നാൽ പരമാവധി ലളിതമായ ഭാഷയിൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ മർമ്മപ്രധാനമായ ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ സൃഷ്ടിച്ചവനാണ് നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം, ശാസനാധികാരം, കൽപ്പിക്കുവാനുള്ള അധികാരം അവനാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഇതേ ആശയത്തെ വിശുദ്ധ ഖുർആൻ വേറെയും സ്ഥലത്ത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇനിൽ ഹുക്മു, ഹുക്മു എന്ന് പറഞ്ഞാൽ വിധി, വിധികർത്തൃത്വം. വിധിക്കുവാനുള്ള അധികാരം ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ. മനുഷ്യന്റെ കാര്യത്തിൽ എന്ത് വേണം, എന്ത് വേണ്ട എന്ന് വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. വീണ്ടും ഖുർആൻ പറഞ്ഞു, ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു ഇറക്കിയ നിയമമനുസരിച്ച് മുന്നോട്ട് പോകാത്തവൻ, വിധിക്കാത്തവൻ, അള്ളാഹു ഇറക്കിയ വിധിയനുസരിച്ച് വിധിക്കാത്തവൻ, അവർ കാഫിറുകളാണ്, നിഷേധികളാണ്. സൂറത്തുൽ മാഇദ 44-ാമത്തെ ആയത്ത്. വീണ്ടും ഖുർആൻ പറഞ്ഞു, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹു ഇറക്കിയതനുസരിച്ച് നിയമം നടപ്പാക്കാത്തവൻ, അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കാത്തവ ആളുകൾ ഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്. സൂറത്തുൽ മാഇദ 45. വീണ്ടും ഖുർആൻ പറഞ്ഞു, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിന്റെ ഹുക്മനുസരിച്ച്, അവന്റെ നിയമമനുസരിച്ച് വിധിക്കാത്തവ ആളുകൾ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ്, ഫാസിഖുകളാണ്. സൂറത്തുൽ മാഇദ 47-ാമത്തെ ആയത്ത്. ഫലാ വറബ്ബിക ലാ യുഹക്കിമൂക ലാ യുഅ്മിനൂന ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത വയുസല്ലിമൂ തസ്ലീമാ. നബിയേ, ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നീ അറിയണം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല, അവർ മുഅ്മിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ പ്രശ്നത്തിൽ അവർ നിന്നെ വിധികർത്താവുകയും, എന്നിട്ട് നീ വിധിച്ചു, എന്നിട്ട് നിന്റെ വിധിയിൽ അവർ തൃപ്തിപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നാതെ, നീ വിധിച്ച വിധിയിൽ ഒരു മനപ്രയാസം തോന്നാതെ നിന്റെ വിധിക്ക് അവർ പൂർണ്ണമായി കീഴ്പ്പെടുന്നത് വരെ അള്ളാഹുവാണ്, റബ്ബിനാണ് സത്യം, അവർ മുഅ്മിനുകളാവുകയില്ല. റസൂല് വിധിക്കുന്ന വിധി അള്ളാന്റെ വഹി അനുസരിച്ചാണ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ വിധി എന്ന് പറയുന്നതും അള്ളാന്റെ വിധി തന്നെയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയെപ്പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? പ്രവാചകരെ, നീ ഒരു പ്രശ്നത്തിൽ ഒരു വിധി നടത്തുകയും അവർക്കിടയിലുണ്ടായ പ്രശ്നത്തിൽ നീ വിധിക്കുകയും നിന്റെ വിധിയെ ഒരു മനപ്രയാസവുമില്ലാതെ അവർ തൃപ്തിപ്പെട്ട് ആ വിധിക്ക് അവർ കീഴടങ്ങുക, യുസല്ലിമു തസ്ലീമ, നീ വിധിച്ച വിധിക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നത് വരെ അവർ മുഅ്മിനുകളാണ് എന്ന വാദം അസ്ഥാനത്താണ്. അവർ മുഅ്മിനുകളാകണമെങ്കിൽ നീ വിധിച്ച വിധിയിൽ അവർ തൃപ്തിപ്പെട്ട് അതിനെ കീഴടങ്ങണം, എങ്കിൽ മാത്രമേ അവർ മുഅ്മിനുകളാണ് എന്ന വാദത്തെ പടച്ചതമ്പുരാൻ അംഗീകരിക്കുകയുള്ളൂ. സൂറത്തുൽ മാഇദയിലെ, സൂറത്തുൽ നിസായിലെ
ആയത്താണിത്, സൂറത്ത് നിസായിലെ. ഏത് വിധിയെപ്പറ്റിയാണ് ഈ പറയുന്നത്? നമസ്കാരത്തിലെയും പ്രാർത്ഥനയിലെയും നോമ്പിലെയും ഏതെങ്കിലും ആരാധനാപരമായ കാര്യത്തിലെ വിധിയെപ്പറ്റിയാണോ? ചരിത്രം പഠിക്കുക. ഈ ആയത്തിന്റെ അവതരണ കാരണമായി ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരി പുത്രനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും മറ്റൊരു അൻസാരിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു തോട്ടമുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം മുകൾ ഭാഗത്തും അൻസാരിയുടെ തോട്ടം താഴ്ഭാഗത്തുമാണ്. രണ്ടുപേരുടെയും തോട്ടത്തിന്റെ അരികിലൂടെ ഒരു നീർച്ചാല് ഒഴുകുന്നുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു ഈ നീർച്ചാല് തടഞ്ഞു വെച്ച് അതിനെ തടകെട്ടി തന്റെ തോട്ടത്തിലേക്ക് വെള്ളം ഇങ്ങനെ തിരിച്ചുവിട്ടു. അൻസാരിയായ ഈ സഹാബി റസൂലിന്റെ അടുത്ത് ഇത് പരാതി പറഞ്ഞു, എനിക്ക് വെള്ളം തടയുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സുബൈറെ, നീ നിനക്കാവശ്യമായ വെള്ളം നിന്റെ തോട്ടം നനച്ചു കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം താഴോക്ക് തിരിച്ചുവിടണം, തടഞ്ഞു വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അൻസാരി പറഞ്ഞു, അങ്ങനെയല്ല, ആദ്യം എനിക്ക് വിടണം, ആദ്യം എന്റെ തോട്ടത്തിലേക്ക്, എന്നിട്ട് സുബൈറിന് വിധിക്കുക. താങ്കൾ ആ വിധിച്ചത് ശരിയായില്ല. താങ്കളുടെ ബന്ധുവായതുകൊണ്ടാണോ താങ്കൾ സുബൈറിന് അനുകൂലമായി വിധിച്ചത് എന്നുകൂടി ഈ അൻസാരി റസൂലിനോട് ചോദിച്ചു പോയി. അപ്പൊ റസൂൽ വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നാണ്. റസൂലിന്റെ കണ്ണു ചുവന്നു. കാരണം വിധി അനുകൂലമല്ലാതെ വരുമ്പോ വിധികർത്താവിനെയും കോടതിയും ഒക്കെ കുറ്റപ്പെടുത്തുക എന്നത് അന്നുണ്ട്. റസൂൽ ഒരു വിധി കൽപ്പിച്ചപ്പോഴും ഈ അൻസാരി ചോദിച്ചത്, താങ്കളുടെ ബന്ധുവായതുകൊണ്ടാണോ സുബൈറിന് അനുകൂലമായി താങ്കൾ വിധിച്ചത് എന്നാണ്. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആ പ്രശ്നത്തിൽ വീണ്ടും ശക്തമായി തന്നെ പറഞ്ഞു, സുബൈർ, താങ്കൾ വെള്ളം താങ്കളുടെ തോട്ടത്തിലേക്ക് ആദ്യം തിരിച്ചുവിടുക, താങ്കളുടെ അയൽവാസിയുടെ അവകാശം കൊടുക്കുന്നതിൽ മറന്നുപോവുകയും ചെയ്യരുത്. നിന്റെ തോട്ടം നനച്ചിട്ട് നിന്റെ അയൽവാസിയുടെ അവകാശം നീ വകവെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് റസൂൽ ആ വിധി വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്തു. ഈ പ്രശ്നത്തിലാണ് പ്രവാചകൻ ഒരു വിധി നടത്തിയിട്ട് ആ വിധിയോട് ഒരു അൻസാരിയായ സഹാബി വിയോജിപ്പ് രേഖപ്പെടുത്തിയ സംഭവത്തെ മുൻനിർത്തിയാണ് നേരത്തെ പറഞ്ഞ സൂറത്ത് നിസായിലെ ആയത്ത്. ഏതായത്ത്? നബിയെ, ഫലാവ റബ്ബിക്ക, നിന്റെ റബ്ബിനാണ് സത്യം, നീ മനസ്സിലാക്കണം, അവര് മുഅ്മിനുകളാവുകയില്ല, ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല നിന്നെ വിധികർത്താവാക്കുവോളം. അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ എന്നിട്ട് നീ വിധി കൽപ്പിക്കുകയും സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത, നിന്റെ വിധി ഒരു മനപ്രയാസവും തോന്നാതെ അവർ ആ വിധിക്ക് പൂർണ്ണമായി കീഴടങ്ങുവോളം അവർ മുഅ്മിനുകൾ ആവുകയില്ല എന്ന ആയത്തിറങ്ങിയത് ഈ സംഭവത്തെ തുടർന്നാണ്. അപ്പൊ ഒരു ആധ്യാത്മികമായ വിഷയത്തിൽ അല്ല പ്രവാചകന്റെ വിധിയെ സംബന്ധിച്ചുള്ള പരാമർശം ഇവിടെ ഉണ്ടായത്. തികച്ചും ഭൗതികമായ ഒരു വിഷയത്തിൽ പ്രവാചകൻ വിധിച്ചിട്ട് ആ വിധിയെ ഒരു സഹാബിവര്യൻ ചോദ്യം ചെയ്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. ഇസ്ലാമിന്റെയും റസൂലിന്റെയും അള്ളാഹിന്റെ ഒക്കെ വിധി എന്ന് പറയുന്നത് ആരാധനാ രംഗത്ത് മാത്രമാണ്. പള്ളിയും പ്രാർത്ഥനയും ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിൽ മാത്രമാണ് റസൂലുള്ളാഹിന്റെയും ഖുർആന്റെയും ഒക്കെ വിധി നമുക്ക് ബാധകമാകുന്നുള്ളൂ. അല്ലാത്തടത്തൊക്കെ കമ്മ്യൂണിസത്തെയോ സോഷ്യലിസത്തെയോ ഗാന്ധിസത്തെയോ ഏത് ദർശനത്തെയും നമുക്ക് സ്വീകരിക്കാം. അള്ളാഹും ഇസ്ലാമും റസൂലൊക്കെ അത് പള്ളിയും ആരാധനാപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിക്കണം. ഒരു ഭൗതികമായ പ്രശ്നത്തിൽ പ്രവാചകന്റെ വിധികർത്തൃത്വം സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അവതരിച്ച ഒരായത്താണിത്. ഇനിയും ഖുർആൻ ചോദിച്ചു, അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ വിധിയാണോ അവർ തേടുന്നത്? അനിസ്ലാമിക വിധി, അനിസ്ലാമിക നിയമങ്ങളെയാണോ അവർ തേടുന്നത്? ഏതവസ്ഥയിൽ? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ, അള്ളാഹുവിന്റെ വിധിയേക്കാളും നല്ല വിധി വേറെ ഏതുണ്ട്? ലിഖൗമി യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന ജനതക്ക് അള്ളാഹുവിന്റെ വിധിയേക്കാളും നല്ലൊരു വിധിയില്ല, അള്ളാഹുവിന്റെ നിയമത്തെക്കാളും മറ്റൊരു നിയമമില്ല എന്നിരിക്കെ ജാഹിലിയ നിയമങ്ങളെ അഫഹുക്മൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ നിയമങ്ങളെയാണോ അവർ അന്വേഷിച്ച് പിൻപറ്റാൻ വേണ്ടി തേടി നടക്കുന്നത്? പരിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ 300ഓളം സ്ഥലങ്ങളിൽ
അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തെ പറ്റി, പടച്ചവന്റെ ഹാക്കിമീയത്തിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല. മനുഷ്യന് വേണ്ട നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം മനുഷ്യനില്ല, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനല്ല, സൃഷ്ടിച്ചവനാണ് അത് തീരുമാനിക്കുവാനുള്ള അധികാരം. ആ ഒരു ആശയത്തെയാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ മുഴുവൻ കൂടുതൽ കൂടുതൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മനുഷ്യരുടെ കാര്യത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം അള്ളാഹുവിനാണ്. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണ്. ഇതൊരു മുസ്ലിം അംഗീകരിച്ചല്ലേ പറ്റൂ. അത് നമ്മുടെ തൗഹീദിന്റെ വിശ്വാസത്തിന്റെ താല്പര്യമാണല്ലോ. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കാര്യത്തിൽ നിയമനിർമ്മാണത്തിനുള്ള അള്ളാഹുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതെല്ലാം ആശയങ്ങളുണ്ടോ, ഏതെല്ലാം ദർശനങ്ങളുണ്ടോ, ഏതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ, ഏതെല്ലാം തത്വങ്ങളുണ്ടോ, ആ തത്വങ്ങളെ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ യോജിക്കാൻ കഴിയില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ്. ആ നിലക്കാണ് ലോകത്ത് ആധുനിക കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ആശയങ്ങളെ കഴിഞ്ഞ 2 ഖുത്ബകളിലായി ഞാൻ പ്രതിപാദിച്ച അറബ് ലോകത്ത് ശക്തിപ്പെട്ട ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന പ്രസ്ഥാനത്തിന് ബീജാവാഹം നൽകിയ ഷഹീദ് ഹസനുൽ ബന്ന, ഷഹീദ് സയ്യിദ് കുത്തുബും, അതേപോലെ ഇന്ത്യ ഉപഭൂഖണ്ഡത്ത് സയ്യിദ് അബുല്ലാല മൗദൂദി സാഹിബിനെ പോലെയുള്ള ഒരുപറ്റം പരിഷ്കർത്താക്കൾ, മുജദ്ദിദുകൾ ആധുനിക ലോകത്ത് രൂപപ്പെട്ട ചില ആശയങ്ങളുടെ ചില വശങ്ങളെ അവർ ചോദ്യം ചെയ്തു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിന്റെ പരമാധികാരം, നിയമനിർമ്മാണ രംഗത്ത് അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ചില പുതിയ ആശയങ്ങളെ ഈ മഹാന്മാരായ മുജദ്ദിദുകൾ ചോദ്യം ചെയ്തു. അക്കൂട്ടത്തിൽ അവർ ചോദ്യം ചെയ്ത ഒരാശയമായിരുന്നു ജനാധിപത്യം. ജനാധിപത്യം അതിന്റെ ഒരു വശം ഇസ്ലാമുമായി യോജിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ ഒരു പോയിന്റ് ഇസ്ലാമുമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് അതിനെ യോജിക്കാൻ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർ പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തൊക്കെ ചർച്ച. ലോകത്ത് നടക്കുന്ന സകല തീവ്രവാദത്തിന്റെയും ചിന്ത ഈ കാഴ്ചപ്പാടിൽ നിന്നാണ്. മൗദൂദി, ബന്ന, ഷഹീദ് കുത്തുബ് ഇവരൊക്കെ കൂടി ജനാധിപത്യത്തെ തെറ്റാണെന്ന് പറഞ്ഞു. ജനാധിപത്യവും ഇസ്ലാം യോജിക്കുന്നില്ല, അതുകൊണ്ട് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് ഇവര് പറഞ്ഞതോടുകൂടിയാണ് ലോകത്ത് തീവ്രവാദം പൊട്ടിപ്പൊട്ടത് എന്നൊക്കെയാണ് ലോകത്ത് ചർച്ച നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗദൂദി പറയുന്നതോ, ഷഹീദ് സയ്യിദ് കുത്തുബ് പറയുന്നതോ, ഹസനുൽ ബന്ന പറയുന്നതോ, അതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും പറയുന്നതോ അല്ല ഇസ്ലാമിന്റെ പ്രമാണം. പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? എന്താണ് ജനാധിപത്യത്തോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം? എന്താണ് ജനാധിപത്യം? ജനങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുക, ഇതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് തെറ്റാണോ? തെറ്റല്ല. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. അതേസമയം ചില കാര്യങ്ങൾ അത് തെറ്റുമാകും. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിൽ എന്റെ ഇന്നത്തെ ഖുതുബ ഒരുപക്ഷെ വേണമെങ്കിൽ തീവ്രവാദത്തിന് വളം വെക്കുന്ന ഖുതുബയാണെന്നും വേണമെങ്കിൽ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്താണ് ജനാധിപത്യം? ഞാൻ കഴിഞ്ഞ ഖുതുബ അവസാനിപ്പിച്ചത് തന്നെ അറബ് ലോകത്ത് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ നമ്മൾ പിന്തുണക്കുന്നതിന്റെ കാരണം ജനാധിപത്യം തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായതുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ ആ ഒരു നിർവചനമുണ്ട്. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രതിനിധി സഭ, അഥവാ തങ്ങളെ ഭരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനാണ്. ഏകാധിപത്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഏകാധിപത്യത്തിനെതിരായി ജനാധിപത്യം വരണം. ജനാധിപത്യത്തെക്കാൾ നല്ലൊരു ആശയം ആ വിഷയത്തിൽ ലോകത്ത് വേറെ ഇല്ല. ഒരു ഏകാധിപതിയെ മാറ്റി നിർത്താൻ വേണ്ടി ജനങ്ങൾ ഭൂരിപക്ഷം സംഘടിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇസ്ലാമികമാണ്. ജനാധിപത്യത്തെ ആ അർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കണം എന്നല്ല, അത് ഇസ്ലാമിന്റെ ബാധ്യതയാണ്. കുടുംബവാഴ്ചയിലേക്കോ ഏകാധിപത്യത്തിലേക്കോ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം പോകാൻ പാടില്ല.
അവിടെ വരേണ്ടത് ജനാധിപത്യമാണ്. അപ്പൊ ജനാധിപത്യത്തെ ഒരു രീതിശാസ്ത്രം എന്ന നിലയിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അംഗീകരിക്കാം എന്നല്ല, അംഗീകരിച്ചേ പറ്റൂ. ജനാധിപത്യത്തിന്റെ ഈ മൂല്യം മുസ്ലിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യമായതുകൊണ്ടല്ല, അത് ഇസ്ലാമിന്റെ മൂല്യമായതുകൊണ്ടാണ്. ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചൊരു തത്വമാണത്. ജനങ്ങളുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. അറബ് ലോകത്ത് ചില ഖത്തീബന്മാരുടെ അവസ്ഥ പറഞ്ഞു ഞാൻ. സ്വന്തമായി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, ചിന്ത ഉപയോഗിച്ച്, ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി ഖുത്ബ പറയാൻ ഖത്തീബന്മാർക്ക് അനുവാദമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ ഭരണാധികാരികളാണ് അറബ് ലോകത്ത് പലയിടത്തും. തങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം തുറന്നു പറയാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ലോകത്തെ മറ്റേത് രാജ്യത്തെക്കാളും ഒരു പടിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, ഉറപ്പിച്ചു പറയാം. അറബ് ലോകത്തെ പല ഭരണകൂടങ്ങളെക്കാൾ ഇസ്ലാമിക പ്രബോധനത്തിന് അനുയോജ്യമായ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്ത് നമുക്കാരെയും വിമർശിക്കാം, പ്രധാനമന്ത്രി വിമർശിക്കാം, കോടതി വിമർശിക്കാം, അഭിപ്രായം തുറന്നു പറയാം. ലോകത്ത് ഇത്തരമൊരു ജനാധിപത്യം ലോകത്ത് വേറെ എവിടെയുമില്ല എന്ന് പറയാൻ കഴിയും. ഇസ്ലാമിക പ്രബോധനത്തിന് പറ്റിയ അറബ് ലോകത്തേക്കാൾ അനുകൂലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തിൽ. ഒന്നും തർക്കവുമില്ല. അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, തങ്ങളുടെ ഭരണാധികാരി ആരാകണമെന്ന് തീരുമാനിക്കുവാൻ ജനങ്ങൾക്കുള്ള അധികാരം, ഇത് ജനാധിപത്യത്തിന്റെ ഒരു നന്മയാണ്. ഒരു തർക്കവുമില്ല. ആ ജനാധിപത്യത്തിന്റെ ആ വശത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. നമ്മുടെ ഒരു ബാധ്യതയുമാണ് അത് അംഗീകരിക്കൽ. എന്നാൽ ജനാധിപത്യത്തിന്റെ മറ്റൊരു വശമുണ്ട്. നിയമനിർമ്മാണത്തിന്റെ അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു വശം. ജനങ്ങൾക്ക് വേണ്ട, മനുഷ്യർക്ക് വേണ്ട നിയമം ആര് നിർമ്മിക്കണം, ഹറാമും ഹലാലും ആര് തീരുമാനിക്കണം, തെറ്റും ശരിയും ആര് തീരുമാനിക്കണം, സത്യവും അസത്യവും ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന വിഷയത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കുവാനുള്ള അധികാരം ജനങ്ങളിൽ ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഒരു വശമുണ്ട്. ആ വശം ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കുക എന്ന് പറയുന്നത് തൗഹീദിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നിയമനിർമ്മാണത്തിന്റെ അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന, ജനങ്ങളിൽ ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുക്കുന്ന ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജന പ്ലസ് ആധിപത്യം. ഇതാണ് ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം. ആ സ്ഥാനത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ദൈവാധിപത്യമാണ്. ദൈവ പ്ലസ് ആധിപത്യം, ദൈവാധിപത്യം. ഈ മഹാന്മാരായ മുജദ്ദിദുകൾ ജനാധിപത്യത്തിന്റെ ഈ സ്ഥാനത്ത് അവർ ദൈവാധിപത്യത്തെയാണ് പകരം വെച്ചത്. ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ, ഒരു ആദർശം എന്ന നിലയിൽ ജനാധിപത്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് കാരണം? ജനാധിപത്യത്തിന്റെ ഈ ഒരു പ്രശ്നം, ഹറാമ് ഹലാലുകളെ തീരുമാനിക്കുവാൻ, നിയമം നിർമ്മിക്കുവാനുള്ള പരമാധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഈ വശം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. നമുക്കറിയാം, ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ആരാണ്? മനുഷ്യനാണോ പടച്ചവനാണോ? അള്ളാഹുവാണോ? അള്ളാഹുവാണോ ജനങ്ങളാണോ? നമ്മളൊക്കെ വിശ്വസിക്കുന്നു അള്ളാഹുവാണ് ഹറാമും ഹലാലും തീരുമാനിക്കേണ്ടത്. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ ജനങ്ങൾക്ക് ഹലാലാക്കാൻ അധികാരമില്ല, അനുവാദമില്ല. അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാനോ ഹറാമാക്കിയതിനെ ഹലാലാക്കാനോ ജനങ്ങൾക്ക് അധികാരമില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ്. ഉദാഹരണം, സ്വർഗരതി എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട ഒരു പ്രക്രിയയുണ്ട്. ലോകത്ത് ഒരു മനുഷ്യനും യോജിക്കാൻ കഴിയാത്ത, ഒരു ആദർശത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംസ്കാരമാണ് സ്വർഗരതി. സ്വർഗരതി ശരിയോ തെറ്റോ? എല്ലാ മുസ്ലിങ്ങളും പറയും തെറ്റാണ്, അത് പാടില്ല. എന്നാൽ ലോകത്ത് ചില രാജ്യങ്ങളിൽ സ്വർഗരതി അനുവദനീയമാണ്. അവിടെ അത് ഹലാലാണ്, നിയമവിധേയമാണ്. എങ്ങനെയായി? ജനങ്ങളിൽ ഭൂരിപക്ഷം അത് തീരുമാനിച്ചപ്പോൾ അത് അനുവദനീയമായി. യൂറോപ്പിലെ സ്വീഡൻ എന്ന് പറയുന്നൊരു രാജ്യം 2009 വരെ
സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്വവർഗരതി അനുവദനീയമല്ല. പക്ഷെ 2009 ആ രാജ്യത്ത് പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുകയാണ്, ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. സ്വവർഗരതി അനുവദിക്കണോ വേണ്ടേ? സ്വവർഗരതി രാജ്യത്ത് നിയമവിധേയമാക്കണോ തടയണോ? അങ്ങനെ പാർലമെന്റിൽ വോട്ടിങ്ങിനിട്ടു. വോട്ടിങ്ങിനിട്ടപ്പോൾ പാർലമെന്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും സ്വവർഗരതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഭൂരിപക്ഷത്തിന്റെ പിന്തുണ സ്വവർഗരതിക്ക് അനുകൂലമായി ലഭിച്ചപ്പോൾ രാജ്യത്ത് സ്വവർഗരതി അനുവദനീയമായി. അപ്പൊ ഒരു കാര്യം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളിൽ ഭൂരിപക്ഷം പറയണം. സ്വവർഗരതി പാടില്ല എന്ന് ദൈവത്തിന്റെ നിയമമാണ്. പക്ഷെ ജനങ്ങൾ ഭൂരിപക്ഷം കൂടി തീരുമാനിക്കുകയാണ് ഇത് കുഴപ്പമില്ല, ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനാണ് അതിനുള്ള അധികാരം. പാർലമെന്റിലെ ഭൂരിപക്ഷം മെമ്പർമാരും സ്വവർഗരതിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ സ്വവർഗരതി നിയമവിധേയമാകും. ജനാധിപത്യത്തിന്റെ ഈ വശത്തെ, നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഈ വശത്തെയാണ് നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർ. ഈ പ്രശ്നം ആധുനിക കാലഘട്ടത്തിലാണ് ഉദയം ചെയ്തത്. ആധുനിക കാലഘട്ടത്തിലാണ് ജനാധിപത്യം പോലെയുള്ള ആശയങ്ങൾ ലോകത്ത് ഈ അർത്ഥത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ അതിനെ ഹറാമ് ഹലാലുകളെ തീരുമാനിക്കുവാനുള്ള അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഈ വശത്തെ അവർ ചോദ്യം ചെയ്തത്. ഇത് ശരി തെറ്റാണോ? ആരാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്? 51% ആളുകൾ മദ്യം ഹലാലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മദ്യം ഹലാലാകുമോ? 60% ആളുകൾ കൂടി വോട്ട് ചെയ്തു മദ്യം ഹലാലാക്കാം. ഹലാലാകുമോ? ആകാൻ പാടുണ്ടോ? ഭൂരിപക്ഷം ആളുകൾ കള്ള് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാകാമോ? ശരിയും തെറ്റും നല്ലതും ചീത്തയും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഹറാമു ഹലാലുകളെ, മനുഷ്യന് വേണ്ട നന്മയും തിന്മയും അറിയാവുന്നവൻ ദൈവമാണ്, പടച്ചവനാണ്, സ്രഷ്ടാവാണ്. അത് മനുഷ്യൻ കൈകാര്യം ചെയ്യരുത്. നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് വിട്ടുകൊടുക്കണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങൾ നോക്കൂ, തുർക്കി എന്ന് പറയുന്ന രാജ്യം, സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണം എന്നത് അള്ളാഹുവിന്റെ നിയമമാണ്, വാജിബാണ്. അവർ തലമറക്കണം. പക്ഷേ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് ശിരോവസ്ത്രം ധരിക്കാൻ അനുവാദമില്ല. എങ്ങനെയാണ് ആ നിയമം അവിടെ വന്നത്? തുർക്കി പാർലമെന്റിൽ പ്രമേയം പാസാക്കി, ബില്ലിട്ടു, ചർച്ച വന്നു. തുർക്കി പാർലമെന്റിലെ ഭൂരിപക്ഷം മെമ്പർമാർ ശിരോവസ്ത്രത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കിട്ടി. ശിരോവസ്ത്രം പാടില്ല. അതോടുകൂടി തുർക്കിയിൽ ശിരോവസ്ത്രം നിഷിദ്ധമായി പൊതുവേദികളിൽ. അപ്പൊ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഭൂരിപക്ഷമാണ്. ന്യൂനപക്ഷം പറയുന്നത് തള്ളും, ഭൂരിപക്ഷം പറയുന്നത് സ്വീകരിക്കും. ഈ വിഷയത്തിലാണ് ജനാധിപത്യത്തിന്റെ ഈ ഒരു വശം ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. നിയമം നിർമ്മിക്കുവാനുള്ള ധാർമ്മികമായ നിയമം, മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള സാൻമാർഗിക നിയമങ്ങളുണ്ട്. ആ നിയമം മനുഷ്യൻ ലംഘിക്കരുത്, അതിൽ മനുഷ്യൻ കൈകടത്തരുത്. അത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ് എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന നിലയിൽ ജനാധിപത്യത്തെ ആധുനിക കാലഘട്ടത്തിലെ ഈ മുജദ്ദിദുകൾ ചർച്ച നടത്തിയത് ഒരു താത്വികമായ ചർച്ചയായിരുന്നത്. ഇനി നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ഈ അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? പാർലമെന്റിലെ ഭൂരിപക്ഷം ചേർന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ ഭൂരിപക്ഷം ചേർന്ന് വ്യഭിചാരം നല്ലതാണ് എന്ന് അതിനെ അനുവദിക്കാമെന്ന് തീരുമാനിച്ചാൽ അത് അനുവദനീയമാവുക? അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക? ദൈവാധിപത്യത്തെ, ആ അധികാരത്തെ മാറ്റി ജനാധിപത്യം വരിക? അതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനാധിപത്യം കുഴപ്പമില്ലാതെ നല്ലതാണ്, ഇത് തന്നെയാണ് വരേണ്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 300ഓളം ആയത്തുകളെ ആണ് തള്ളിപ്പറഞ്ഞത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ.
അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ലോകത്തിപ്പോൾ ചർച്ചയാണത്. അതേസമയം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ജനാധിപത്യത്തിന്റെ നേരത്തെ പറഞ്ഞൊരു വശമുണ്ട്. ഏകാധിപത്യത്തെക്കാൾ ജനാധിപത്യം, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയുവാനുള്ള അഭിപ്രായം പറയാം, പക്ഷേ അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് വരാൻ പാടില്ല. നിയമനിർമ്മാണ രംഗത്ത് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മുജദ്ദിദുകളൊക്കെ അവരുടെ മരണശേഷവും മുസ്ലിം സമൂഹത്തിലെ ചില തന്നെ പണ്ഡിതന്മാരാൽ ജനാധിപത്യ വിരോധികളാണവർ, ജനാധിപത്യത്തെ അട്ടിമറിച്ചവരാണവർ. അല്ല, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ എന്തുണ്ടോ ആ മൂല്യങ്ങൾ ലോകത്ത് വരണം. പക്ഷേ ജനാധിപത്യത്തിന്റെ ദൂഷ്യങ്ങൾ, അസാൻമാർഗികമായ കാര്യങ്ങൾ ലോകത്ത് അനുവദനീയമാക്കുന്ന ആ വശം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ വരേണ്ടത് ഏതാണ്? ദൈവത്തിന്റെ താല്പര്യം നിയമങ്ങളാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ദൈവീക നിയമങ്ങളാണ് ഒരു രാജ്യത്തെ നയിക്കേണ്ടതും ആ രാജ്യത്ത് വരേണ്ടതും എന്ന് തീരുമാനിക്കുന്നത് പോലും ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. അഥവാ ഭൂരിപക്ഷം ആളുകൾ ചേർന്ന് ഞങ്ങൾക്ക് മദ്യം വേണ്ട, മദ്യം രാജ്യത്ത് അനുവദിക്കരുത് എന്ന് ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കുമ്പോൾ മാത്രമാണല്ലോ ദൈവീക നിയമമനുസരിച്ച് ഒരു രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. ആ ഒരു ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായി നിയമനിർമ്മാണത്തിന്റെ അധികാരം അള്ളാഹുവിനാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ ഈ രണ്ട് വശങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ഇസ്ലാമിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ മർമ്മപ്രധാനമായ ഒരു വശമാണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ ജനാധിപത്യത്തിന്റെ നല്ല ഒരു വശത്തെ സൂചിപ്പിച്ചതിനോടനുബന്ധിച്ച് തന്നെ ഇനിയിപ്പോ കുറെ നാൾ കഴിഞ്ഞ് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ഖുത്ബ പറയുന്നതിനേക്കാൾ എളുപ്പം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇസ്ലാമും ജനാധിപത്യവും യോജിക്കുന്ന മേഖലയോടൊപ്പം വിയോജിക്കുന്ന ഒരു മേഖല എന്ന നിലക്ക് കൂടി ഈ വിഷയത്തെ ഇന്ന് പ്രതിപാദിച്ചത്. ഇസ്ലാമിക സമൂഹം ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുവാൻ, ലോകത്തെ വിശകലനം ചെയ്യുവാൻ അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇതാർക്കാണ് തിരിയാത്തത്? ഇതാർക്കാണ്? ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ല, അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നിലക്ക് ലോകത്തിന്റെ വിവിധ ദർശനങ്ങളെ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യണം, നിരൂപണം ചെയ്യണം. മനുഷ്യ സമൂഹത്തെ നയിക്കുവാനും മനുഷ്യ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുവാനും അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ, ദർശനത്തെക്കാൾ, ആദർശത്തെക്കാൾ ലോകത്ത് വേറൊരു ആദർശമില്ല. ലോകം അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വരെ ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു.